ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടി കുറുമ്പന്മാരുടെ ലഞ്ച് ബോക്സിലേക്കുള്ള 4 ടൈപ്പ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അതോടൊപ്പം തന്നെ ടേസ്റ്റുമാണ്. പിന്നെ അവരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പല പല കളറിലൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പം നിങ്ങളിത് കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തോളാം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മൾ ബട്ടർ ഗാർലിക് റൈസാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര എളുപ്പം കേട്ടോ, ഏറ്റവും എളുപ്പമാണ് ഉള്ള റൈസാണിത്. അപ്പം ഇതിലേക്ക് ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ സാധാ കടുകൊക്കെ പൊട്ടിക്കണ പോലെ അത് ഒരു കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും അരിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവണം. എന്നുവെച്ചാൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഇതിൽ മുമ്പിട്ട് നിൽക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പോൾ മുളക് പൊടി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്, കളർ കിട്ടാൻ വേണ്ടി. എരിവ് അധികം ഉണ്ടാവരുത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാകുമ്പോൾ. പൊടികളുടെ കുത്തൊക്കെ പോയി കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെയും ബസ്മതി റൈസ് വേവിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ സെർവ് ചെയ്യുന്ന സമയത്ത് തന്നെ 1 ടേബിൾ സ്പൂണും കൂടി വൈറ്റ് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബസ്മതി റൈസ് തന്നെ. അപ്പോൾ റെഡും വൈറ്റും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ബസ്മതി റൈസൊക്കെ വേവിച്ച് തലേദിവസം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്ത റൈസ് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പെപ്പർ ക്യാബേജ് റൈസ്. അപ്പോൾ ഇത് നമ്മൾ സാധാ ഓയിലിലാണ് ചെയ്യുന്നത്, വെജിറ്റബിൾ ഓയിലിൽ. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളിയുടെ അല്ലി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സവാള കൊത്തി അരിഞ്ഞത്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞണ്ട, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഇതിലെ ഉപ്പും മഞ്ഞളും എല്ലാം എത്തിന്ന് എത്തണ വരെയും ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്യാസിൻ്റെ ബർണറിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വെന്തെന്ന് മനസ്സിലായപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയരുത് കേട്ടോ. ഒരു പാകമായപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് വരെയും ബസ്മതി റൈസ് വേവിച്ചത് ചേർക്കാം. അപ്പോൾ ബസ്മതി റൈസ് നമ്മൾ ഇതിന് വേണ്ടി എങ്ങനെ വേവിച്ചെടുക്കണമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താനിരുന്നത്. അപ്പോൾ നമ്മൾ തലേദിവസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേവിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ രാവിലേക്ക് ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. മാത്രമല്ല ചോറൊന്നും പെട്ടെന്ന് കുഴഞ്ഞു പോവുകയില്ല. ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിൽ കിട്ടുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ അതായിരിക്കും കൂടുതൽ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വളരെ കുറച്ച് മതി കേട്ടോ. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ക്യാബേജ് റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇതും കുട്ടികൾക്ക് ഇഷ്ടമാവാൻ തന്നെയാണ് വഴിയുള്ളൂ. ഇനി അടുത്ത റൈസ് ഏതാന്ന് നോക്കാം. അപ്പോൾ ഇനി പനീർ മട്ടർ റൈസിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് പനീർ ജസ്റ്റ് ഒന്ന് ഓയിലിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 100 ഗ്രാമോളം പനീർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാരിനേറ്റ് ഒന്നും ചെയ്യണില്ല, തനിയെ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പനീറിൻ്റെ തനിയുള്ളൊരു ടേസ്റ്റ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ മാത്രം ഈ ഒരു റൈസ് ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാം. ഇനി റൈസിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി 1 ടേബിൾ സ്പൂണോളം നെയ്യ് എടുക്കുക. അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കറുകപ്പട്ട, ഒരു 3-4 ഗ്രാമ്പു, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം അത്ര ചേർക്കുക. എന്നിട്ട് അതൊന്ന് മിക്സായി വരുന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഫ്രോസൺ ആണെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചതാണെങ്കിൽ അങ്ങനെ ആവാം. പിന്നെ ഒരു 3-4 പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കണില്ല. ഈ ഒരു
റൈസിലേക്ക് എന്ന് പറയണത്. ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്, പച്ചമുളകിൻ്റെയും ആ പനീറും അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെയൊക്കെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരാനാണ്. അപ്പോൾ വല്ലാതെ വെന്ത് വരാനല്ല, ജസ്റ്റ് ഒന്ന് അതിൽ കടിക്കാൻ കിട്ടണമല്ലോ. ഇനി ഇതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 1 മുതൽ 1.5 കപ്പ് വരെ റൈസ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ പനീർ ഇത്രയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ 50 ഗ്രാം ആയാലും ചേർത്താൽ മതി. ഇത്രയും പനീറൊന്നും ഇതിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ആ നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയിലയും കൂടി വിതറുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് കുക്ക് ചെയ്ത റൈസ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾക്ക് കുക്ക് ചെയ്യാത്ത റൈസ് വെച്ചിട്ടൊരു പുലാവ് ഉണ്ടാക്കാൻ നോക്കാം. പുലാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. പ്രഷർ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ ഓയിൽ ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു 4 ക്ലൗസ്, അതായത് ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കറുവപ്പട്ട, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബേ ലീഫ് അല്ലെങ്കിൽ ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ പെരിഞ്ജീരകം, അതായത് ഫെന്നൽ സീഡ്സ് 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ സാധാരണ ഇതിലേക്ക് അവർ നല്ല ജീരകമൊക്കെ ഉണ്ട് ചേർക്കാം. നമ്മൾക്ക് ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പെരിഞ്ജീരകം ചേർക്കാമെന്ന് പറഞ്ഞത്. പിന്നെ പച്ചമുളക് ഒരെണ്ണം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ എരിവ് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ, ഒരു പച്ചമുളക് പോലും ചേർക്കണമെന്നില്ല. കാരണം ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ ഇതിൽ എരിവുണ്ട്. നമ്മൾ ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് മല്ലിയില ചേർക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. തക്കാളി എന്തായാലും ചേർക്കണം. തക്കാളി ഒരെണ്ണം ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, അതുപോലെ തന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതും ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി. ഇനി ഇതിലേക്കൊരു 2 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അത് മാത്രമല്ല, ഇതിലേക്ക് നമ്മൾ പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ പീസാണ്. അതും ഒരു 1/2 കപ്പ് മതിയാവും. അപ്പോൾ ഗ്രീൻ പീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ ഫ്രോസൺ ചേർക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാ കറിക്കൊക്കെ എടുക്കണ ഉണങ്ങിയ ഗ്രീൻ പീസ് ഉണ്ടാവുമല്ലോ, അത് തലേദിവസം കുതിർത്തി വെച്ചിട്ട് അതായാലും ചേർത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ഉപ്പ് അത് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് മാത്രം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് ഒരുപാട് സമയമല്ല, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് അരിയാണ് കേട്ടോ കഴുകി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ ആ 1 കപ്പ് അരിക്ക് വേണ്ടി 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ആ 1 കപ്പ് അരിയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. അതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് വേവ് എന്ന് പറയണത്. അപ്പോൾ 2 വിസിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാ നമ്മൾ റൈസൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ അത് സാധാ തനിയെ ആ പ്രഷറൊക്കെ പോകണ വരെ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം തുറന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങാണെങ്കിലും റൈസ് ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രീൻ പീസ് ആണെങ്കിലും. ഗ്രീൻ പീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രോസൺ ആണെങ്കിലും നേരിട്ട് ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, റൈസും നമ്മുടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ 4 റൈസും കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എരിവും കാര്യങ്ങളാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല, ഇനി നമ്മുടെ കുട്ടികളുടെ കാര്യം നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മസാലയുടെയും അതുപോലെ തന്നെ എരിവിൻ്റെയൊക്കെ അളവിൽ ഇനിയും കുറയ്ക്കണമെങ്കിലോ കൂട്ടണമെങ്കിലൊക്കെ നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഈ 4 റൈസും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ കുട്ടിയുടെ ടേസ്റ്റിന് പറ്റിയതെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒരെണ്ണമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. മാത്രമല്ല, വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് ഓഫീസിൽ കൊണ്ടുപോകാനോ അതുപോലെ കോളേജിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റൈസാണ്.
ഈ 4 തന്നെ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണം. മാത്രമല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്നെ അറിയിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.